നമ്മളിപ്പോൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്നലെ ജോണിൻ്റെ വീട്ടിൽ പോയി വിഴിഞ്ഞത്ത് 2 പെൺമക്കളും ഒരാൺ 3 മക്കളാണ് അദ്ദേഹത്തിന്. 3 പേരും നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളാണ്. അവർക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. ജിജി എന്ന് പറയുന്ന മൂത്ത മകള് PhD ചെയ്യുകയാണ്. കാര്യവട്ടം ക്യാമ്പസിൽ PhD ചെയ്യുന്ന കുട്ടിയാണ് ജിജി. ജിജി എല്ലാവരെയും കണ്ടിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 7 ദിവസവും എൻ്റെ പാപ്പയുടെ കടലിൽ പോയി തിരിച്ച് വരാത്ത സാഹചര്യത്തിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പിന്നിൽ നടക്കുകയായിരുന്നു. ഫലപ്രദമായ ഒരു തിരച്ചിലും ഈ 7 ദിവസവും നടത്തിയിട്ടില്ല എന്നാണ് ആ ജിജി പറയുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് തന്നെ ആർക്കും അറിയില്ല. അദ്ദേഹം എവിടെയും പോയിട്ടില്ല. അദ്ദേഹം വിളിക്കുക പോലും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും കടലോര മേഖലയിലുള്ള പാവപ്പെട്ട മനുഷ്യർ ഒരു അത്താണി പോലെ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരെ കാണാനോ അവരെ വിളിക്കാനോ അവരോട് സംസാരിക്കാനോ, അപ്പോൾ സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, വി ഡി സതീശൻ പറയുന്നത്, കടലിൻ്റെ അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല, മുമ്പ് അനുഭവങ്ങളുണ്ട്. അതിനാണ് ആ ജിജി എന്ന് പറഞ്ഞത് മാപ്പ് പറയണം, കടലോരത്തിൻ്റെ മക്കളെല്ലാം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്. സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ജിജി പറഞ്ഞത് ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീട് അലങ്ങല്ലൂർ പ്രദേശം 5 തെങ്ങാണ്. അവിടെ 2 ആളുകൾ കടലിൽ മിസ്സായി. ഒരാളുടെ ശവശരീരം കിട്ടിയ സംസ്കാരം കഴിഞ്ഞു, മറ്റൊരാളുടെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താനുള്ള കാര്യമായ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നാണ് അവരും വളരെ ശക്തിയായിട്ട് പറയുന്നത്. ഷിജിൻ എന്ന് പറയുന്ന 32 വയസ്സുകാരൻ 8ാമത്തെ ദിവസമാണ് മിസ്സായിട്ട്. കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ആ വീട്ടിൽ പോയപ്പോൾ അലമുറയിട്ട് കരയുന്ന ഭാര്യ വളരെ ചെറുപ്പക്കാരിയാണ്, നല്ല പ്രായമുള്ളതാണ് അമ്മ. 2 കുട്ടികളാണ്, 4 വയസ്സുള്ള ഒരു കുട്ടി, 1.5 വയസ്സുള്ള മറ്റൊരു കുട്ടി. 4 വയസ്സുകാരന് ഹൃദ്രോഗമാണ്. വലിയ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ നടക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. വളരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബം. അതേപോലെ തന്നെ മരിച്ചുപോയത് 27 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരനാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ അമ്മ അവിടെ മകൻ്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ ബൈബിളൊക്കെ വെച്ച് അതിൻ്റെ ഇടത് ഭാഗത്തിരുന്ന് കരയുകയാണ്. വളരെ ദയനീയമായ ഒരു ചിത്രം. ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇത് അപൂർവമായ സംഭവങ്ങളാണ്. കടലിൽ പോയി തിരിച്ചു വരാതിരിക്കുക, മുന്നറിയിപ്പ് തന്നെ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക. മുന്നറിയിപ്പ് കൊടുക്കാതിൻ്റെ പശ്ചാത്തലത്തിലാണ് 5 തെങ്ങിലുള്ള ആളുകൾ കടലിലേക്ക് പോയത്. പിന്നീട് അവർക്ക് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വലിയ രീതിയിലുള്ള കടൽ കോൾ ഉണ്ടാകുന്നത്. 2 പേര് നീന്തി രക്ഷപ്പെട്ടു, 2 പേര് മിസ്സായി. അതിലൊരാളെ കണ്ടെത്തി, മറ്റേയാളെ കണ്ടെത്തിയില്ല. നീണ്ടകരയിലും ഇതേപോലെ തന്നെയാണ്, ഒരാളെ കണ്ടെത്തിയിട്ടില്ല. നമ്മളെ മന്ത്രിമാർക്ക് നിരുത്തരവാദപരമായ രീതിയിലൊന്നും പറയാം. മുരളീധരൻ പറഞ്ഞു, കടലിലേക്ക് പോയാൽ ബോഡി കിട്ടാൻ താമസം പിടിക്കും. എത്ര ലാഘവത്തോടു കൂടിയാണ്, എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഈ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള സാധ്യത സാഹചര്യമില്ല.